വൈദ്യുതി ബോർഡിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയ തീരുമാനമാണ് വൈദ്യുതി ബോർഡും സർക്കാരും ചേർന്നെടുത്തത്. 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ 25 വർഷക്കാലത്തേക്കുള്ളൊരു കരാറുണ്ടാക്കി. ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി മേടിക്കാനുള്ള കരാറാണ് ഉണ്ടാക്കിയത്. അത് 9 കൊല്ലം 2023 വരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും തുടർന്ന് വന്ന പിണറായി ഗവൺമെന്റും ഈ 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചു. 2023 9 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതുപോലെ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ഗൂഢാലോചന നടത്തി ആ കരാർ റദ്ദാക്കി. ആ കരാർ റദ്ദാക്കിയതിന് ശേഷം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നത് 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ വാങ്ങിക്കുന്നത് 8 രൂപ മുതൽ 12 രൂപ വരെയാണ്. 3 ഇരട്ടി പൈസയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി 10-15 കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരിക്കുന്ന നഷ്ടം 2000 കോടി രൂപയിൽ അധികമായി. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഇത് പുറത്തു പറഞ്ഞു തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഇത് പുനഃസ്ഥാപിച്ചു. ഇത് പുനഃസ്ഥാപിച്ചപ്പോൾ നേരത്തെ എഗ്രിമെന്റ് ഉണ്ടാക്കിയ കമ്പനികൾ പറഞ്ഞു ഞങ്ങൾ ഇത് പുനഃസ്ഥാപിക്കാൻ തയ്യാറല്ല, കാരണം ഞങ്ങൾക്ക് ഇനി ആ റേറ്റിൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പുതിയ കൊട്ടേഷൻ വിളിച്ചപ്പോൾ 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പൊ 6 രൂപ 80 പൈസയ്ക്ക് തരാം എന്നാണ് അദാനി കമ്പനിയുടെ ഓഫർ. മനസ്സിലായിക്കൊള്ളാം. ഇപ്പോ എന്താണ്, ഈ കരാർ പുനഃസ്ഥാപിക്കാൻ സമ്മതിക്കുന്നില്ല ആ കമ്പനികൾ. അതേ അവസരത്തിൽ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോയപ്പോൾ അപ്പലേറ്റ് ട്രൈബ്യൂണലും ഇത് പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ബലത്തിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങിക്കാൻ ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിലെടുത്ത തീരുമാനം മുഴുവൻ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയും ഇതുവരെ അതുകൊണ്ട് മാത്രം ഈ തീരുമാനം കൊണ്ട് മാത്രം 2000-ലധികം കോടി രൂപ വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടായിരിക്കുകയാണ്. ഈ നഷ്ടം മുഴുവൻ ഇപ്പൊ തന്നെ ഒരു കൊല്ലത്തിനിടയിൽ 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും സാധാരണക്കാരന്റെ തലയിലേക്ക് ഇത് കെട്ടിവെച്ച് ഇവരുണ്ടാക്കിയ അഴിമതി കൊള്ളയാണിത്. ഈ നഷ്ടം മുഴുവൻ കെട്ടിവെക്കാൻ പോകുന്നത് പാവപ്പെട്ട ഉപഭോക്താക്കളുടെ തലയിലേക്കാണ്. ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. ഞങ്ങൾ ഉപഭോക്താക്കളുടെ കൂടെ നിന്ന് ഈ അഴിമതിക്കെതിരെ, ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരായിട്ട് ഞങ്ങൾ പോരാടും.